Download now. CC Learning app. എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 2026 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആണ് LDC എന്ന് പറയുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ. സ്വാഭാവികമായിട്ടും 2026 നമ്മുടെ മുമ്പിലേക്ക് നിലവിൽ വന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എലിജിയസ് പരീക്ഷയാണ്. കമ്പനി ബോർഡ് എലിജിയസ് പരീക്ഷ, അതുപോലെ ബെവ്കോ LD ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷകളുടെ ഡേറ്റ് PSC ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ മുമ്പിൽ വിട്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം നമ്മുടെ മുമ്പിൽ ഒരു 80 ദിവസത്തെ സമയമാണ് കമ്പനി ബോർഡ് എലിജിയസ് പരീക്ഷകൾ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാൻ നമ്മുടെ മുമ്പിൽ കിട്ടുന്നത്. അതേ സിലബസിലെ വലിയ മാറ്റങ്ങളില്ലാതെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ LDC പരീക്ഷയാണ്. ഈ LDC പരീക്ഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ്, അതായത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ഏജ് ലിമിറ്റ് ഉയർത്തിയതിനു ശേഷം നമ്മൾ എല്ലാവരും എഴുതാൻ പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്ന LDC പരീക്ഷയാണ്. സാധാരണക്കാരന്റെ IAS എന്നറിയപ്പെടുന്ന, അതായത് നമ്മൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ ആ സർവീസ് ജീവിതം കൊണ്ട് നമുക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് LDC പരീക്ഷ. നമ്മൾ പണ്ട് മുതലേ PSC എന്ന് കേൾക്കുമ്പോഴേ LD നമ്മുടെ പെട്ടെന്ന് മനസ്സിൽ വരും. LD ക്ലർക്ക്. അത്തരത്തിലെ 2027 നടക്കുവാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് LDC പരീക്ഷ. അപ്പൊ 2026 അവസാനത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. തുടർന്ന് 2027 ആദ്യ പകുതിയിൽ പരീക്ഷ നടന്നുകൊണ്ട് 2028 റാങ്ക് പട്ടിക നിലവിൽ വരും. ആ 2028 നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലെ നിങ്ങൾ ഏത് ജില്ലയാണോ വെക്കുന്നത് അതിലെ ആദ്യത്തെ 100-നകത്തേക്ക് നമ്മളുടെ പേരുകൾ എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. LDC പരീക്ഷ അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി ഉയർത്തിയതിനു ശേഷം നിങ്ങളുടെ ഏജ് ലിമിറ്റ് വെച്ചുകൊണ്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏജ് ലിമിറ്റിനകത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കണം എന്നുള്ള കാര്യം കൂടെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് പതിയെ LDC പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്സിന്റെ ഒരു ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് മാത്സിന്റെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പഠിച്ചു മുമ്പോട്ട് പോകുന്ന സമയത്ത് മുൻ വർഷ ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട്, അത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ഈ മാത്സിന്റെ കാര്യത്തില് എല്ലാവർക്കും ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടങ്ങാണ്ടോ മാത്സ് പഠിച്ചതാ, അതിനുശേഷം നമ്മുടെ മുമ്പിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് പുതിയ നോട്ടിഫിക്കേഷനും പുതിയ പരീക്ഷകളും ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ കൊണ്ട് അത് സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു ആശങ്ക ഉണ്ടാവാറുണ്ട്. അത്തരത്തിലെ എല്ലാ ആശങ്കകളും പരിഹരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ മുമ്പിലേക്ക് മാത്സിന്റെ ഓരോ വീഡിയോസുമായിട്ട് വരാറുണ്ട്. ആ വീഡിയോസിന്റെ എല്ലാം പ്രത്യേകത മുൻ വർഷങ്ങളിലെ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ അതേ നിലവാരത്തിലെ നമ്മുടെ മുമ്പിൽ കണ്ടുപോയ ചോദ്യങ്ങളാണെന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വരാൻ പോകുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കാവുന്ന രീതിയിൽ ഒരുപാട് ഫ്രീ കണ്ടന്റുകൾ അവൈലബിൾ ആക്കിക്കൊണ്ട് നമ്മൾ CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പരമാവധി ഫ്രീ കണ്ടന്റുകൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പരീക്ഷയുടെ ആദ്യഘട്ടം വളരെ ഭംഗിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പതിയെ കടക്കാം. മക്കളെ, 2027 LDC പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ മാത്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മുൻ വർഷങ്ങളിലെ ചോദിച്ചു മാറിയ ചോദ്യങ്ങൾ മാത്രമേ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ചോദ്യം ദാ വന്നിട്ടുണ്ട്. ചോദ്യം: ഒരാൾ തന്റെ സമ്പാദ്യത്തിന്റെ 50% മകനും 32% മകൾക്കും നൽകി. അദ്ദേഹത്തിന്റെ കയ്യിലെ 54,000 രൂപ ബാക്കി ഉണ്ടെങ്കിൽ മകന് കൊടുത്ത സംഖ്യ അല്ലെങ്കിൽ മകന് കൊടുത്ത തുക എത്ര എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കും. എന്തായാലും ഒരു മനുഷ്യന്റെ കയ്യിലെ
ആകെയുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എടാ കുഞ്ഞുങ്ങളെ 100% ആയിരിക്കത്തില്ലേ? അല്ലേ? ഒരു മനുഷ്യന്റെ കയ്യിലെ ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് 100% കാര്യം നമുക്ക് മനസ്സിലായി. അതിലെ 50% ആർക്ക് കൊടുത്തു? മകന് കൊടുത്തു. 50% മകന് കൊടുത്തു, 32% മകൾക്ക് കൊടുത്തു. അപ്പോൾ തന്നെ 50 32 കൂടെ ചേരുമ്പോൾ തന്നെ 82% അവിടെ തീർന്നു എന്ന് മനസ്സിലായില്ലേ? ഇല്ലേ? 50% മകനും 32% മകൾക്കും കൊടുത്താല് 82% തീർന്നു 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 82% തീർന്നു. ബാക്കി ഇനി എത്ര ശതമാനം ഉണ്ട്? ബാക്കി ഇനി ഉള്ളത് 18% അല്ലേ? മൊത്തം 100% ആയിരുന്നു. അതിലെ 82% പോയി കഴിഞ്ഞാൽ 100ൽ 82 പോയാല് ബാക്കിയുള്ളത് 18%. ആ 18% അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 54,000. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, 18% ശതമാനം വെച്ച് പറഞ്ഞാൽ 18% ആ മനുഷ്യന്റെ കയ്യിലെ ബാക്കിയായിട്ടുള്ളത്. അത് എന്ന് പറയുന്നത് 54,000. 54,000 നമ്മൾ എഴുതി വെച്ചു. 18% എന്ന് പറയുന്നത്, കൃത്യം പറഞ്ഞാൽ 18% എന്ന് പറയുന്നത് 54,000 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മകന് കൊടുത്തത് എത്ര? മകന് കൊടുത്തത് 50% അല്ലടാ കുഞ്ഞുങ്ങളെ. മകന് കൊടുത്തത് എത്ര? മകന് കൊടുത്തത് എത്ര? മകന് കൊടുത്തത് 50%. അപ്പോൾ നമുക്ക് 50% കണ്ടുപിടിക്കേണ്ടത്. 50% കണ്ടുപിടിക്കേണ്ടത്. 50% കണ്ടുപിടിക്കേണ്ടത്. 18% 54,000 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും 50% എത്ര? മകന് കൊടുത്ത പൈസ എത്ര? മകന് കൊടുത്തത് 50%. മകൾക്ക് കൊടുത്തത് 32% മനസ്സിലായി. മകന് കൊടുത്ത തുക എത്ര എന്നാണ് ചോദിച്ചത്. അത് 50%. അപ്പൊ ഉറപ്പിക്കാം 50% എത്ര എന്നാണ് ചോദ്യം. 18% 54,000 ആണെങ്കിൽ 18% 54,000 ആണെങ്കിൽ 50% എത്ര എന്നാണ് ചോദ്യം. ക്രോസ് ചെയ്താൽ മതി, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 ഉള്ളത് ഗുണിക്കുക, 1 ഉള്ളത് ഹരിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് 2 ഉള്ളത് ഗുണിക്കുക, 1 ഉള്ളത് ഹരിക്കുക. മക്കളെ ഇവിടെ 2 ഉള്ളത് 50ഉം 54,000 അല്ലടാ. 2 ഉള്ളത് ഗുണിക്കുക, 2 ഉള്ളത് 50ഉം 54,000 ആണ്. 1 ഉള്ളത് ഹരിക്കുക, 1 ഉള്ളത് 18, 1 ഉള്ളത് 18. 2 ഉള്ളത് ഗുണിക്കുക, 1 ഉള്ളത് ഹരിക്കുക. 2 ഉള്ളത് ഗുണിക്കുക, 1 ഉള്ളത് ഹരിക്കുക. താഴെ കിടക്കുന്ന 18ഉം മേളിൽ കിടക്കുന്ന 54ഉം കൂടെ വെട്ടിയാൽ 18 3 54 എന്ന് വരും. മുകളിൽ കിടക്കുന്ന 3 0 കൂടെ നമ്മൾ ചേർത്ത് എഴുതുവാണെങ്കിൽ 3000 എന്ന് വരും. 3000നെ 50 കൊണ്ട് ഗുണിക്കുക. 3000നെ 50 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 5നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടുത്തെ 3 0, ഇവിടുത്തെ 1 0, മൊത്തത്തിൽ 4 0 ചേർത്ത് എഴുതിയാൽ മതി. I3 15, I3 15, 15 കഴിഞ്ഞിട്ട് ഇവിടുത്തെ 3 0, ഇവിടുത്തെ 1 0, മൊത്തത്തിൽ 4 0, 1 2 3 4 0. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉത്തരം 1,50,000 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മുൻ വർഷ ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു 20 സെക്കൻഡ് കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അവിടെ മാത്സിനകത്ത് ആധികാരികമായിട്ടുള്ള അറിവൊന്നും വേണ്ട. നിങ്ങൾക്ക് മാത്സിനകത്തെ ടോപ്പിക്കുകൾ കവർ ചെയ്യുവാന് കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ മാത്സിനകത്തു നിന്നും പരമാവധി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതായിരുന്നു അവിടെ നമുക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വേറെ ഇനി പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നും വരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, രണ്ടാമത്തെ ചോദ്യം ദാ പിടിച്ചോ. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് PSC അടുത്ത കാലഘട്ടത്തില് നമ്മുടെ മുമ്പിൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. 30 പുരുഷന്മാര് 24 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും. ആ സെയിം ജോലി 120 ദിവസം കൊണ്ട് പൂർത്തീകരിക്കണമെങ്കിൽ എത്ര പുരുഷന്മാർ വേണം എന്നാണ് ചോദ്യം. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ
നമ്മൾ ഒരിക്കലും ഒഴിവാക്കാത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ് ഇത്. അതായത് നമ്മൾ എല്ലാവരും ടൈം ആൻഡ് വർക്ക് പഠിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ പറഞ്ഞ ടൈം ആൻഡ് വർക്ക്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു 5ാമത്തെ ടൈപ്പ് ചോദ്യമാണ് ഈ ഒരു ടൈപ്പ്. ഈ ഒരു ടൈപ്പിന്റെ പ്രത്യേകത, M1 ആളുകൾ D1 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും. M1 ആളുകൾ D1 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും. ആ സെയിം ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചാൽ നമുക്ക് പറയാം M1 D1 is equal to M2 D2 എന്ന് പറയുവാൻ സാധിക്കും. ഒന്നും കൂടെ പറയാം, M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും M1 D1 is equal to M2 D2 എന്ന് പറയാം. സിമ്പിൾ പരിപാടി മക്കളെ. M1 എന്ന് പറഞ്ഞ ആളുകളുടെ എണ്ണം 30, M1ന്റെ വില 30. D1 എന്ന് പറഞ്ഞ ദിവസങ്ങളുടെ എണ്ണമാണ്, ദിവസങ്ങളുടെ എണ്ണം 24, D1 24. അപ്പുറത്ത് M2 എന്ന് പറഞ്ഞ ആളുകളുടെ എണ്ണം തന്നിട്ടില്ല. M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. M2 തന്നിട്ടില്ല. പക്ഷെ D2 തന്നിട്ടുണ്ട്. D2 എന്ന് പറഞ്ഞ ദിവസങ്ങളുടെ എണ്ണം 120, ദിവസങ്ങളുടെ എണ്ണം 120. അപ്പോൾ M1 തന്നിട്ടുണ്ട്, D1 തന്നിട്ടുണ്ട്, M2 തന്നിട്ടില്ല, D2 നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 120നെ എടുത്ത് ഇപ്പുറത്തേക്ക് തട്ടിയാൽ അവൻ ഹരണത്തിലേക്ക് പോകും. ഗുണനം ഹരണമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ 30 × 24 ഡിവൈഡഡ് ബൈ 120 എന്ന് വരും. ഇതായിട്ട് പഠിച്ചു. ഈ 0 കട്ടായി. 3ഉം 12ഉം കൂടെ വെട്ടിയാല് 3 4 12 24നെ 4 കൊണ്ട് ഹരിച്ചാല് നമ്മളുടെ ആൻസർ 6. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഒന്നും കൂടെ പറയാം, M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം M1 D1 is equal to M2 D2 എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞത്. ദാ പിടിച്ചോ 3ാമത്തെ ചോദ്യം. സ്ഥിരം ചോദ്യമാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് PSC എല്ലാ കാലഘട്ടത്തിലും എല്ലാ പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഒരു വ്യക്തി 15 മണിക്കൂർ സഞ്ചരിക്കുന്നു. ഓക്കെ, ഒരു വ്യക്തി എന്താണ് 15 മണിക്കൂർ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ 15 മണിക്കൂർ സഞ്ചരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എടാ കുഞ്ഞുങ്ങളെ, ആദ്യ പകുതി 21 km/h സ്പീഡിൽ സഞ്ചരിക്കുന്നു. ആദ്യ പകുതി ദൂരം 21 km/h സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അടുത്ത പകുതി 24 km/h സ്പീഡിൽ സഞ്ചരിക്കുന്നു. അതാണ്ടേ ഇവിടം മുതൽ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ, ഇവിടം മുതൽ ഇവിടം വരെയാണ് പോകുന്നത്. അതിലെ എടാ ആദ്യത്തെ പകുതി 21 km/h സ്പീഡിലാണ് പോകുന്നത്. ആദ്യത്തെ പകുതി ദൂരം 21 km/h സ്പീഡിലാണ് പോകുന്നത്. അടുത്ത പകുതി 24 km/h സ്പീഡിലാണ് പോകുന്നത്. ആദ്യ പകുതി 21 km/h സ്പീഡിലും അടുത്ത പകുതി 24 km/h സ്പീഡിലുമാണ് പോകുന്നത് എന്ന് മനസ്സിലായി. കണ്ടോ, ഇത് രണ്ടിനും കൂടെ എടുത്ത ആകെ സമയം എന്ന് പറയുന്നത് മക്കളെ 15 മണിക്കൂറാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ടെത്താനും അവിടുന്ന് അങ്ങോട്ടെത്താനും കൂടെ ആകെ എടുത്ത സമയം എന്ന് പറയുന്നത് 15 മണിക്കൂറാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാനാണ് ചോദ്യകർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലെ ഒരു ചോദ്യം ഇനി നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ മക്കളെ, ഇത്തരത്തിൽ ഒരു ചോദ്യം, ഇതേ മോഡൽ ചോദ്യം ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. PSCയുടെ ഇഷ്ടപ്പെടുന്ന ഒരു ചോദ്യം. PSC എല്ലാ കാലങ്ങളിലും ഇഷ്ടത്തോടെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഈ ഒരു ഞാനിപ്പം പറയാൻ പോകുന്ന ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് അടുത്ത നടത്തുന്ന PSC നടത്തുന്ന പരീക്ഷയ്ക്ക് ഉറപ്പിക്കാൻ പറ്റും. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതാണ്ട് ഇക്വേഷൻ ഇതാണ്. ആ സഞ്ചരിച്ച ആകെ ദൂരം കണ്ടുപിടിക്കാൻ, എടാ കുഞ്ഞുങ്ങളെ, ആകെ ദൂരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് 2xy
ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ആകെ സമയം ടോട്ടൽ ടൈം. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ അങ്ങോട്ട് പഠിച്ചു വെച്ചാ ഉണ്ടല്ലോ, എടാ പിള്ളേരെ ഒരു മാർക്ക് അങ്ങ് ഉറപ്പിക്കുക. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു തരാം. അതായത് ഇത്തരത്തിലൊരു ചോദ്യം, അതായത് ആദ്യത്തെ പകുതി ഇന്ന സ്പീഡിൽ പോയി, അടുത്ത പകുതി ഇന്ന സ്പീഡിൽ പോയി, രണ്ടിനും കൂടെ എടുത്ത് ആകെ സമയം തന്നിട്ട് ആകെ ദൂരം കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആകെ ദൂരം കണ്ടുപിടിക്കാൻ 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ആകെ സമയം അങ്ങോട്ട് ചെയ്താൽ മതി, പരിപാടി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ആ എക്സും വൈയും എന്തുവാണ്? എടാ എക്സും വൈയും ആ സ്പീഡുകൾ, ആ സ്പീഡ് തന്നിരിക്കുന്ന സ്പീഡില്ലേ, അതാണ് എക്സും വൈയും. താണ്ടേ 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡ് എത്ര? 21. മക്കളെ എക്സിന്റെ വാല്യൂ 21. എടാ വൈയുടെ വാല്യൂ 24. രണ്ടാമത്തെ സ്പീഡാണ് വൈയുടെ വാല്യൂ. എക്സും വൈയും കൂടെ കൂട്ടിക്കോ, 21ഉം 24ഉം കൂടെ കൂട്ടിയാൽ 45 അല്ലേ? 24ഉം 21ഉം കൂടെ കൂട്ടിയാൽ 45. ആകെ സമയം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ആകെ സമയം 15 അല്ലേ? ആകെ സമയം 15 മണിക്കൂർ അല്ലേ? എടാ പിള്ളേരെ 15ന്റെ മൂന്നാമത്തെ ഗുണിതമല്ലേ 45? 15 3 45 അല്ലേ? 15 3 45 അല്ലേ? 3 8 24 അല്ലേ? 3 8 24, 3 8 24, 3 8 24. ഇനി നിങ്ങൾ നോക്കിക്കേ, 21ഉം 2ഉം കൂടെ ഗുണിച്ച എത്ര? 42. എടാ ആ 42നെ പിന്നെ 8ഉം കൂടെ ഗുണിക്ക്. 21 ഇൻറ്റു 2 42 ആണ്. ആ 42നെ വീണ്ടും 8 കൊണ്ട് ഗുണിക്കുക. 42നെ 8 കൊണ്ട് ഗുണിക്കുക. 8 2 16 ശിഷ്ടം 1. 8 4 32, 32 1 33. ഉത്തരം 336. 336. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ പഠിച്ചു. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ പരീക്ഷയ്ക്ക് വരുന്നു. ആദ്യ പകുതി ഇന്ന സ്പീഡിൽ പോയി, അടുത്ത പകുതി ഇന്ന സ്പീഡിൽ പോയി, രണ്ടിനും കൂടെ എടുത്ത ആകെ സമയം ഇന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആകെ ദൂരം കണ്ടുപിടിക്കാൻ ദാ പിടിച്ചു. ആ ആകെ ദൂരം കണ്ടുപിടിക്കാൻ 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ആകെ സമയം എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ എക്സും വൈയും വേഗതകളാണ്. നിങ്ങൾ ചെയ്തു പഠിച്ചോ, 1 മാർക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അടുത്ത ചോദ്യം ദാ വരുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 61 ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. മറ്റൊരു റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. എടാ കുഞ്ഞുങ്ങളെ, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 61 ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ എടുത്തിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും എല്ലാ കാലഘട്ടത്തിലും PSC ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് അടിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. അതാണ്ടേ, എടാ ഇന്ന് തിങ്കളാഴ്ചയാണ്, അല്ലെങ്കിൽ ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്ന് ബുധനാഴ്ചയാണ്, ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് ഞായറാഴ്ചയാണ്, അങ്ങനെ അവർ പറയും. എന്നിട്ട് ഇത്ര ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത്? 61 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത്? 100 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത്? 50 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത് എന്നൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. അപ്പോൾ ഇത്ര ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത് എന്നൊരു ചോദ്യം ഇനി നിങ്ങളുടെ മുമ്പിൽ വന്നാൽ, ഇന്ന് വ്യാഴാഴ്ചയാണ്, 50 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത്? ഇന്ന് ബുധനാഴ്ചയാണ്, 100 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത്? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വരുവാണെങ്കിൽ, എടാ എത്ര ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്? 61. ആ സാധനത്തിനെ വെറുതെ 7 കൊണ്ട് ഹരിക്കുക. ചുമ്മാ 7 കൊണ്ട് ഹരിക്കുക. 61നെ നിങ്ങൾ വെറുതെ 7 കൊണ്ട് ഹരിച്ചാലേ ദാണ്ടേ 8 7 56 ശിഷ്ടം എത്ര? 5. എത്ര ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസമാണോ കണ്ടുപിടിക്കേണ്ടത് അത് ചോദ്യകർത്താവ് തരും. അതിനെ 7 കൊണ്ട് ഹരിക്കുക, 7 കൊണ്ട് ഹരിക്കുക, 7 കൊണ്ട് ഹരിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. അതിനുശേഷം ആ കിട്ടിയ ശിഷ്ടം ഉണ്ടല്ലോ, അത് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ അങ്ങോട്ട് കൂട്ടുക. ആ കിട്ടുന്ന ശിഷ്ടം തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടുക. തന്നിരിക്കുന്ന ദിവസം തിങ്കളാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
തിങ്കളിന്റെ കൂടെ ആ കിട്ടിയ ശിഷ്ടമായ 5 കൂട്ടിയാൽ മതി. തിങ്കളിന്റെ കൂടെ 5 കൂട്ടുക. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ശനി, ശനി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, ഇത്രേ ഉള്ളു പരിപാടി. അപ്പൊ ഇന്ന് വ്യാഴമാണെങ്കിൽ 100 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം എത്ര? 100നെ 7 കൊണ്ട് ഹരിക്കുക. ആ ശിഷ്ടം കണ്ടുപിടിച്ചിട്ട് അത് വ്യാഴത്തിന്റെ കൂടെ അങ്ങോട്ട് കൂട്ടുക. കണ്ടോ, ശിഷ്ടം കിട്ടിയത് 5. തിങ്കളിന്റെ കൂടെ 5 കൂട്ടണം. ദാണ്ടേ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. സെറ്റ്. ഇത്രേ ഉള്ളു പരിപാടി. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കലണ്ടറുമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇനി മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. ശ്രദ്ധിക്കുക. കുട്ടികളുടെ ഒരു നിര. അതാണ്ടെ, വരയും നിരയും എന്ന് പറയുന്ന ഭാഗം അതാണ്ടെ, നമ്മൾ വെറുതെ ഒരു നിര അങ്ങ് വരച്ചു. ഒരു വരിയിലെ ഇടതുവശത്ത് നിന്ന് നമ്മുടെ കൈ ഉണ്ടല്ലോ, ആ കൈ ഉണ്ടല്ലോ, ഇടത കൈ ഉണ്ടല്ലോ, അതങ്ങ് പിടിച്ചാൽ മതി. ഇടതുവശത്ത് നിന്നുള്ള എയുടെ സ്ഥാനം 27. അപ്പോ മക്കളെ, എ ഇരിക്കുന്നത് ഇവിടെയാണ്. എത്രാമതാ? ഇടത് നിന്ന് 27ാമതാണെന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. ഇടതുനിന്ന് ഇടതുവശത്ത് നിന്നും 27ാമത് എന്നാണ് പറയുന്നത്. ഇടത് നിന്ന് 27ാമത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എയുടെ ഇടതുവശത്ത് 26 പേരുണ്ട് എന്ന് കരുതണം. ഇടത്ത് നിന്ന് 27ാമത് എന്ന് പറയുമ്പോൾ ഇടതുവശത്ത് 26 പേരുണ്ടെന്നുള്ള കാര്യം മറന്നു പോകാൻ പാടില്ല. അടുത്തത്, വലതുവശത്ത് നിന്നും എയുടെ സ്ഥാനം 34ാമതാണെന്ന് പറയുന്നുണ്ട്. ഈ സെയിം വ്യക്തി ഉണ്ടല്ലോ, ഈ എ എന്ന് പറയുന്നവൻ ഇടത് നിന്ന് 27ാമതാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും എയുടെ ഇടതുവശത്ത് 26 പേരുണ്ടെന്ന് അർത്ഥം. 50ാമതാണെന്ന് പറഞ്ഞാൽ അവന്റെ ഇടതുവശത്ത് 49 പേരുണ്ടെന്നല്ലേ അർത്ഥം ആണ്. 100ാമതാണെന്ന് പറഞ്ഞാൽ അവന്റെ ഇടതുവശത്ത് 99 പേരുണ്ടെന്നാണ് അർത്ഥം. 27ാമത് എന്ന് പറയുമ്പോൾ അവന്റെ ഇടതുവശത്ത് 26 പേരുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇനി വലതുവശത്ത് നിന്നും എയുടെ സ്ഥാനം 34ാമതാണ്. വലത് നിന്നും 34ാമത് എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എയുടെ വലതുവശത്ത് 33 പേരുണ്ട് എന്നാണ് അർത്ഥം. വലതുവശത്ത് നിന്നും 34ാമത് എന്ന് പറയുമ്പോൾ എയുടെ വലതുവശത്ത് 33 പേരുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ചോദ്യകർത്താവ് ചോദിക്കുന്നത് ഈ നിരയിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര, ഈ നിരയിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഈ കിട്ടിയ 33ഉം ഈ കിട്ടിയ 26ഉം കൂടെ കൂട്ടിയാൽ 3 6 9 2 3 5 59 വരും അല്ലേ. പിന്നെ നമ്മുടെ എയും കൂടെ ചേരുമ്പോൾ 51ഉം 59 ഒന്നും കൂടെ കൂട്ടിയാൽ മക്കളെ പിടിച്ചോ 60. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പെട്ടെന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ വരാൻ പോകുന്ന LDC പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്സിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ചെയ്തു പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചോദ്യങ്ങളുടെ നിലവാരം വരുന്നത്, നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ LDC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുള്ള സംശയത്തിനുള്ള മറുപടിയായിരുന്നു ഞാൻ ഒരു മുൻ വർഷ ചോദ്യ പേപ്പറിനകത്ത് മാത്സിന് അതിന്റെ ചോദ്യങ്ങൾ നിങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്ത് മനസ്സിലായി? അതായത് പരീക്ഷയിലെ മാത്സിന്റെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന ചോദ്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മുമ്പോട്ട് പഠിച്ചു പോകേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങണോ എന്നുള്ള ആശങ്കയായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. അങ്ങനെ ആശങ്കകളൊന്നും വേണ്ട. സാധാരണ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവനെ അവൻ ദീർഘവീക്ഷണത്തോടുകൂടിയായിരിക്കും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ നോട്ടിഫിക്കേഷൻ വരട്ടെ, ഹോൾ ടിക്കറ്റ് വരട്ടെ, എക്സാമിനേഷൻ ഡേറ്റ് വരട്ടെ, എത്രാമത്തെ ഫേസ് ആണെന്ന് അറിയട്ടെ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾക്കാകെ ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. എടാ, LDC എന്ന് പറയുന്നത് ആകെ ഒരൊറ്റ പരീക്ഷ മാത്രമാണ്. ഒരേ ഒരു പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം. ആ ഒരു പരീക്ഷയുടെ സിലബസ് അതിനകത്ത് വരുന്നത് മാത്സ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, കറണ്ട് അഫേഴ്സ് 20 മാർക്ക്, 50 മാർക്ക് വരുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സിനാണ്. വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇപ്പോഴേ നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ ഡിസംബർ ഒക്കെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ അതേപോലെ 1-2 വിഷയങ്ങൾ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അത്രയും കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് പഠനത്തിലെ മികവ് പുലർത്തുവാൻ സാധിക്കും.
പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിലെ നമ്മൾ ഇപ്പോഴേ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്ഥാനം ആദ്യമേ ഉറപ്പിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഏർലി ബേർഡ് 2027 എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊരു ബാച്ച് തുടങ്ങിയത്. അതിനകത്ത് ഒരുപാട് കുട്ടികളാണ് ജോയിൻ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ കൂടി ഇൻവൈറ്റ് ചെയ്യുവാണ്. നിങ്ങൾ കൂടി ആ ഒരു ബാച്ചിന്റെ ഭാഗമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കളർഫുൾ ആയിട്ട് ഈ വരാൻ പോകുന്ന LDC പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഉടനെ തന്നെ നടക്കുന്ന നമ്മുടെ അടുത്ത പുതിയ കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് പുതിയ സർക്കാർ വരുന്നു. അങ്ങനെ പുതിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, അതായത് പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരുപാട് പേർക്ക് കൂടി നിയമനങ്ങൾ കിട്ടും എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന പോലെ, അതായത് നിയമനങ്ങൾ കുറവാണ്, അതുകൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്നുൾപ്പെടെയുള്ള ആ നെഗറ്റീവ് തോട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ ഊർജ്ജസ്വലമായിട്ട് നേരിടുക. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് അവസാനം വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. 2028 റാങ്ക് പട്ടിക വരുമ്പോൾ അവിടെ നിങ്ങളുടെ പേര് വരേണ്ടത് ആദ്യത്തെ 100-നകത്തേക്ക് വരണം എന്നുള്ള ലക്ഷ്യം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് തയ്യാറെടുക്കുക. നെഗറ്റീവായിട്ടുള്ള തോട്ടുകളും ചിന്തകളും ആളുകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അധ്യാപകരോട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. എല്ലാ സംശയങ്ങളും എല്ലാ ആശങ്കകളും പരിഹരിച്ചുകൊണ്ട് പുതിയ LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. അതേപോലെ കമ്പനി ബോർഡ് എലിജിയസ് ഉൾപ്പെടെയുള്ള ഇത്തവണത്തെ നമ്മുടെ 10th പ്രിലിംസിന്റെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഏറ്റവും ഭംഗിയായിട്ട് തയ്യാറെടുത്തുകൊണ്ട് അത് ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും LDCയിലേക്ക് മുമ്പോട്ട് പോവുക. ഒരു സർക്കാർ ജോലി കിട്ടുന്നിടം വരെ നിങ്ങളുടെ പഠനം ഉയർത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം കൂടെ ഒരിക്കൽ കൂടി സ്നേഹത്തോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് 2028 മുതൽ നിങ്ങൾ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഒരു ഭാഗമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു സെഷൻ നമുക്ക് വീണ്ടും കാണാം. ബൈ.